ആദ്യത്തെ ഹൈടെക് നിയമസഭയാണ് ഹിമാചൽ പ്രദേശിലേത്. ഈ ദൗത്യത്തിന് പിന്നിൽ ഒരു മലയാളി സ്പർശമുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കിലെ SBL എന്ന കമ്പനിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് ഹിമാചൽ പ്രദേശ് നിയമസഭ അത്യാധുനിക ഗവേണൻസ് സംവിധാനമായ വിധാൻ നടപ്പാക്കിയത്. കൊച്ചിയിലെ SBL എന്ന കമ്പനിയാണ് ഇതിനായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. സർക്കാരിനും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സമാന സംരംഭങ്ങൾ നടപ്പിലാക്കിയ മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് SBLനെ മുഴുവൻ സംവിധാനവും വികസിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായുള്ള സഹപങ്കാളിയായി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ സർവീസസ് ഇൻകോർപ്പറേറ്റഡ് തിരഞ്ഞെടുത്തത്. വിധാൻ സൊല്യൂഷൻ itself is a very complicated process to be automated into a e-governance system. Major challenge എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂസർ സിനാറിയോ ആണ്, യൂസബിലിറ്റി സിനാറിയോ. ബിക്കോസ് ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ MLAs അത്ര ടെക്നോസേവി അല്ല, ഏജ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. അവർക്കൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിമ്പിൾ സൊല്യൂഷൻ അത് നിയമസഭയിലെ പ്രോസസ് എന്ന് വെച്ചാൽ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതൊരു ഈസി ആയിട്ട് സിമ്പിളി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതൊരു മേജർ ചലഞ്ചായിരുന്നു. അതുകൂടാതെ ഇതിൻ്റെ ടെസ്റ്റ് ഫേസ് എപ്പോഴും ഒരു ലൈവ് എൻവയോൺമെൻറ്റിലേ പറ്റുള്ളൂ. നിയമസഭാ സെഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഫ്ലാസോ എറോസോ വരിക എന്ന് കഴിഞ്ഞാൽ ആ നിയമസഭാ പ്രോസസ്സിനെ അത് ബാധിക്കും. പിന്നെ സെക്യൂരിറ്റി, നമുക്കെന്നറിയാം പല ഗവൺമെൻറ് സിസ്റ്റമും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഒരു സെക്യൂർ സൊല്യൂഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇതൊക്കെ തന്നെ ഇതിൻ്റെ മേജർ ചലഞ്ചസ്. പിന്നെ വേറൊരു മെയിൻ ചലഞ്ച് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൺസ്ട്രെയിൻ ടു സ്ട്രിക്ട്ലി അഡ്ഹെയർ വിത്ത് എക്സിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്. ബൈ ദ ലോ നമുക്ക് ഒരു ഇതിൻ്റെ പ്രോസസ്സ് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, ആ ഒരു ലോ അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനകത്തുള്ളിൽ നിന്നൊരു സിമ്പിൾ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നത് വലിയ ചലഞ്ചായിരുന്നു. ഞങ്ങളുടെ ടീമിൻ്റെ എക്സ്പെർട്ടീസ് കൊണ്ടത് വളരെ ഭംഗിയായിട്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിച്ചു. നിയമസഭയിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ മുഴുവൻ സ്വയം നിയന്ത്രിതമാക്കുന്നതാണ് വിധാൻ. സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ, റിപ്പോർട്ടുകൾ, സഭയിലെ ചോദ്യോത്തരങ്ങൾ തുടങ്ങിയവ ഓരോ അംഗങ്ങൾക്കും സഭയ്ക്കുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ള ടച്ച് സ്ക്രീൻ സംവിധാനം ഉപയോഗിച്ച് ലഭ്യമാക്കും. നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻസ്, ഹൗസിനുള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻസ്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓപ്പറേഷൻസ്, പൊതുജനങ്ങൾക്ക്, മീഡിയയ്ക്ക്, ഇവർക്കെല്ലാവർക്കും ലിങ്ക് ചെയ്ത് അവർക്കെല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള പല മൊഡ്യൂൾസുമാണ് ഇതിനുള്ളിൽ രൂപകൽപ്പന ചെയ്തിട്ടിരിക്കുന്നത്. ഇതിൽ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് വീഡിയോ സ്ട്രീമിംഗ് ഫെസിലിറ്റി ഉണ്ട്. വീഡിയോ ഓരോ നിയമസഭയിൽ നടക്കുന്ന ഓരോ ഈവൻറ്റുകൾക്ക് സ്പെസിഫിക് ആയിട്ട് ചോദ്യോത്തരവേളകളുണ്ടാവും, ബിൽ സബ്മിഷൻസ് ഉണ്ടാവും, കമ്മിറ്റീസ് ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഈവൻറ്റുകളെയും നമുക്ക് പൊതുജനങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഡാറ്റ അവൈലബിൾ ആവുകയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ലൈവായിട്ട് അവൈലബിൾ ആവുകയും ചെയ്യുന്നതാണ്. അസംബ്ലി ബില്ലുകളുടെ വിവരശേഖരണ നടപടികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെയും സുരക്ഷിത ഇന്റർനെറ്റ് സംവിധാനം വഴി പൊതുജനങ്ങളിൽ നിന്നും ബില്ലുകളുടെ അഭിപ്രായം അറിയുന്നതിലൂടെയും നിയമനിർമ്മാണ പ്രക്രിയകളിൽ ജനപങ്കാളിത്തം കൂട്ടുന്നതിനും വിധാൻ സംവിധാനത്തിലൂടെ കഴിയും. പല ലെവലിലുള്ള സെക്യൂരിറ്റി ഇതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഉണ്ടാകുന്ന കണക്ഷൻസ് പലതും മോണിറ്റേർഡ് ആണ്. അതുപോലെ എവിടെ നിന്ന് ആക്സസ് വരുന്നു, അതുപോലെ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടായാൽ അലേർട്ട് ചെയ്യാനുള്ള മെക്കാനിസം, അതുപോലെ തന്നെ ഇതിൽ നടക്കുന്ന ഓപ്പറേഷൻസ് മുഴുവനും ലോഗ്ഡാണ്. ഇതിൽ ലോഗ് ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ, അൺയൂഷ്വൽ ആയിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒഫീഷ്യൽസിന് ഉടനെ അത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഹിമാചൽ നിയമസഭയുടെ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപയുടെ പേപ്പറാണ് ഒരു വർഷം ചിലവാകുന്നത്. വിധാൻ ഏർപ്പെടുത്തിയതിലൂടെ 11 കോടി രൂപ വർഷം തോറും നിയമസഭയ്ക്ക് ലാഭിക്കാൻ കഴിയും.